ഞാനിതൊരു അലേർട്ട് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ എണ്ണയിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഇവിടെ ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുമായിരുന്നു, ഞാൻ കാണിക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരിക്കാൻ പതുക്കെ എണ്ണയിലോട്ടൊന്ന് വെച്ചതാണ്, പക്ഷെ എൻ്റെ കൈ തിളച്ച എണ്ണയിലൊന്ന് തൊട്ടു. സോ ചെറുതായിട്ട് ഒന്ന് പൊള്ളലായിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക കേട്ടോ എണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ. എണ്ണയിലുള്ള പരിപാടികളൊക്കെ എപ്പോഴും ഭയങ്കര പേടിയാണ്. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ എണ്ണയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരെയും ഞാൻ അടുത്തൊന്നും നിർത്താറ് പോലും ഇല്ല. എനിക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട്. ഈ ഉണ്ടാക്കുന്ന സാധനം പിന്നെ എയർ ഫ്രയറിൽ വെച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കിവിടെ എയർ ഫ്രയർ വാങ്ങിക്കാൻ പേടിയാണ്. കാരണം ഈയിടെ ഒരിടത്ത് കണ്ടായിരുന്നു, അതിനകത്തൊന്ന് ഹെവി ഏതോ മെറ്റലിന്റെ ഒരു ടോക്സിക് ഇതൊക്കെ അതിനകത്ത് വരും എന്നുള്ളത്. അപ്പം എന്തായാലും എണ്ണയിൽ ചെയ്യുമ്പോഴെല്ലാവരും അടുക്കളയിൽ എല്ലാവരും വളരെ എക്സ്ട്രീംലി കോഷ്യസ് ആവുക കേട്ടോ. എനിക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ എണ്ണയിൽ മുങ്ങിയതേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്ട്രീംലി കോഷ്യസ് ആണ് ഞാൻ. അതായത് ഞങ്ങളുടെ വീട്ടിലൊരു മൈക്രോവേവ് ഓവനോ അല്ലെങ്കിൽ അത്യാധുനിക യാതൊരു സംവിധാനവും ഇല്ല. ഇങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്ന ഇൻഡക്ഷൻ കുക്കർ ഒരു സാധനമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് എല്ലാം ഒരു പേടിയാണ്. ചിലർ പറയാം അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലാന്ന്. പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് പെട്ടെന്ന് നടക്കാനുള്ള സാധനങ്ങളാണ്. പക്ഷെ ചിലർ പറയുന്നുണ്ട് അതിലുണ്ടെന്ന്. അപ്പൊ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള കാരണം എന്നാൽ പിന്നെ വേണ്ടാന്നുള്ള രീതിയിൽ ഒരു സാധനവും ഒരു അത്യാധുനിക സംവിധാനവും ഇല്ല. ആകപ്പാടെ കുക്കറും മിക്സിയും ഒക്കെ അത്രയൊക്കെ ഒരു പ്രോഗ്രസ് എൻ്റെ അടുക്കളയിൽ ഇതുവരെ വന്നിട്ടുള്ളൂ. എയർ ഫ്രയർ എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മേടിക്കണമെന്ന്. പക്ഷെ അതിന് ഇങ്ങനെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങൾ കണ്ടു, അങ്ങനെ ഇതാക്കി വെച്ചിരിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഡേ ലൈഫ് പോലെ കുറെ വ്ളോഗൊക്കെ എടുത്തു. ഞാൻ പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഒരു പ്രൊഡക്റ്റീവ് ഡേ അല്ലായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ മഴയായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനൊന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് ബ്ലാ 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 ആയിരുന്നു. ഞാൻ വെച്ചു അതൊക്കെ കേട്ടിട്ട് ആർക്ക് എന്ത് ഗുണം കിട്ടുന്നത് വെച്ച് ഞാൻ അതെല്ലാം ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. അത് നമ്മളൊരു കാര്യം 300 പ്രാവശ്യം ആലോചിക്കുമ്പോൾ പിന്നെ നമ്മളത് ചെയ്യൂല. പലരും പല കാര്യങ്ങളും ഇങ്ങനെ പുറകോട്ട് വലിയുന്നത് ഈ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട്. അങ്ങനെ ആലോചിക്കാതെ നമ്മളതങ്ങ് ചെയ്യണം. നല്ല കാര്യങ്ങളെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് ചെയ്യണം. ക്ഷമയില്ലാഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. ആദ്യമൊക്കെ ഓരോന്നായിരിക്കും കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2-3 എണ്ണം ആവും, പിന്നെ 5 എണ്ണം ആവും, പിന്നെ അതേ ഇങ്ങനെയാവും. അതാണ് എൻ്റെ ഒരു അവസ്ഥ. പേഷ്യൻസിൻ്റെ കുറവുണ്ട്. ആണ് നമ്മുടെ ചന കുക്കീസ്. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പ് വട പോലെ. ഞാൻ ചന കുക്കീസ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. മൈസൂരൊക്കെ ആയിരുന്ന സമയത്ത് കുറേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വ്ളോഗോ വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. കുറേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും. ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ വെള്ളം കൂടുകയോ കുറയുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ എക്സ്പെരിമെന്റ് ചെയ്ത് അങ്ങനെ ഫൈനലി എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ കുക്കിങ്ങിന്റെ തുടക്ക സമയത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു അന്നാണ് ഏറ്റവും കൂടുതൽ പഠിക്കുകയും ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റുകളൊക്കെ നടക്കുകയും ചെയ്തത്. ഇപ്പം നമ്മൾ എന്താ ഡെയിലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ തുടക്ക സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വശത്തു നിന്ന് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോഴും തുടക്കം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ കുറേ ഒരു എന്താ പറയാ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പോകും. പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ ഒരു പരീക്ഷണം നടത്തുന്നത്, അതിൻ്റെയൊക്കെയാണ് വീഡിയോ ആപ്പാട് ഇടാറുള്ളൂ. വടയോ വാട്ടവർ തന്നെ ഞാൻ അതിനെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. 5-6 എണ്ണം കഴിച്ചു ഗൈസ്. സൂപ്പർ ടേസ്റ്റിയാണ്. കുക്കീസ് പോലെ ഉണ്ട്. ഞാൻ കുഞ്ഞിനെ കാണിക്കാവേ. ഉണ്ട് ബാവേ. നല്ല ക്രിസ്മസും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ക്രിസ്മസും ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായോ?